KP വത്സലൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ് ഗോപ്രതാപൻ എന്നാ. അത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയാന്നാണ് പറഞ്ഞത്. ആർക്കാണ് അറിയുന്നത് ഗോപ്രതാപന് വത്സലിനെ ആക്രമിക്കാൻ നടന്നിരുന്ന ആളാന്നുള്ളത്? അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി, അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടോ? അല്ല അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ KV അബ്ദുൽ ഖാദർ അത് വ്യക്തമാക്കണം. KP വത്സലന്റെ കേസില് പുനരന്വേഷണം ഞങ്ങള് UDF സർക്കാർ വന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടും. രക്തസാക്ഷികൾ ഉണ്ടായാൽ അട്ടഹസിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ് CPM, പൊട്ടിച്ചിരിക്കുകയാണ്. രക്തസാക്ഷിയുടെ ശരീരത്തിൽ രക്തപതാക പുതപ്പിക്കുമ്പോ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ് CPM, ഊറിച്ചിരിക്കുകയാണ് CPM. വത്സലിന്റെ മകൻ ഞങ്ങളോട് പറഞ്ഞത് എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് 75 ലക്ഷം രൂപയോളം പിരിച്ചു എന്നാണ്. ഞങ്ങളാരും കൊലപാതകങ്ങൾ ഉണ്ടായാൽ ആ രീതിയിൽ അട്ടഹസിക്കുന്നവരല്ല. ഞങ്ങൾക്കൊന്നും അതിന്റെ പ്രയാസം വിഷമം തീരില്ല. ഇത്രയേറെ ഒരു എന്താ പറയാ, ഇത്രയേറെ വെറുക്കപ്പെട്ട ഒരു പാർട്ടി ഈ CPM പോലില്ല. ഇത് 18 വയസ്സും കഴിഞ്ഞ് ഇപ്പൊ 27 വയസ്സായിട്ട് പോലും ഒരു സഹകരണ സ്ഥാപനത്തിന് ജോലി വാങ്ങിക്കൊടുക്കും. വേറെകം ബാങ്ക് ആരുകയില്ല, കോട്ടപ്പടി ബാങ്ക് ആരുകയില്ല, ഗുരുവായൂർ സർവീസ് ബാങ്ക് ആരുകയില്ല, മന്ത്രി സർവീസ് ബാങ്ക് ആരുകയില്ല. കേരള ബാങ്കില് ഈ സമീപകാലത്ത് എത്ര ആളുകളെ CPM ജോലിക്ക് വെച്ചു? എത്ര ആൾ വെച്ചു? ഈ ഗുരുവായൂർ മമ്മിയൂര് പ്രദേശത്തുള്ള എത്ര ആളുകൾ വെച്ചു? KP വത്സന്റെ മകനെ വെച്ച. നിങ്ങൾ ആ കൊലപാതകം ആഘോഷിക്കാൻ നിങ്ങൾ ആഘോഷിക്കണം കൊലപാതകം. നിരഞ്ജൻ ഒരിക്കൽ സൂചിപ്പിച്ചു, എന്റെ അച്ഛനെ കൊന്ന കൊലയാളികളെക്കാളും ക്രൂരമായ സമീപനമാണ് KV അബ്ദുൽ ഖാദർ കാണിച്ചെന്ന. KV അബ്ദുൽ ഖാദർ നിരഞ്ജനെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു. അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നിന്ന് നിരഞ്ജൻ ഇറക്കി വിട്ടു. അങ്ങനെ സങ്കടപ്പെട്ട് ഗത്യന്തരമില്ലാതായപ്പോഴാണ് നിരഞ്ജൻ ഞങ്ങളെ സമീപിച്ചത്, ഞങ്ങളെ കാണാൻ വന്നത്. അത് അറിഞ്ഞപ്പോഴാണ് നിരഞ്ജൻ ഇപ്പൊ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നിരഞ്ജനെ കൊണ്ട് എന്തൊക്കെയോ പറയിക്കുന്നു. ഇന്നലെ നടന്ന പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും നിരഞ്ജൻ അവരെ തള്ളിപ്പറയാണ് ചെയ്തിട്ടുള്ളത്. വത്സലിന്റെ കുടുംബത്തിന് കൊടുത്ത ഫണ്ട് എത്രയാണെന്നുള്ളത് 6 ലക്ഷം രൂപ കേരളത്തിലെ മുഴുവൻ ചെയർമാൻമാർ പിരിച്ചു കൊടുത്തു. 6 ലക്ഷം രൂപ. ഇന്നത്തെ കണക്കിൽ അതില്ല. അന്ന് പത്രത്തിൽ വന്ന വാർത്ത 30 ലക്ഷം കൊടുത്തു എന്നാണ് അന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പത്ര ഓഫീസുകളിൽ പോയാൽ അന്നത്തെ പത്രം കിട്ടും. KP വത്സലന്റെ കേസില് പുനരന്വേഷണം ഞങ്ങള് UDF സർക്കാർ വന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടും. കാരണം കോച്ചിമിൽ മന്ദിരത്തിരുന്ന വത്സലൻ എങ്ങനെ ഈ അകനാട് പ്രദേശത്തേക്ക് എത്തി? എങ്ങനെ എത്തി? ഞങ്ങൾ കൊണ്ടുപോയതാണോ? വത്സലനെ CH റഷീദോ UDFന്റെ നേതാക്കളോ കൊണ്ടുപോയതാണോ? അത് ഇലക്ഷൻ പ്രോസസിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ഗോപപ്രതാപനെ കൊണ്ടാണ് പറയുന്നത്. KP വത്സലൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ് പുറപ്പെട്ടുണ്ടെന്ന് കരുതിയിട്ട് അവിടെ ഹൈവേയില് റോഡ് കളഞ്ഞ് നിന്നാണോ സുലൈമാൻകുട്ടി സംഘവും? സുലൈമാൻകുട്ടി സംഘം നിൽക്കുന്ന സ്ഥലത്തേക്ക് ചക്കുപുറം TV സുരേന്ദ്രനും വത്സലിനെ കൊണ്ടുപോവല്ലേ? എന്റെ TV സുരേന്ദ്രന് ഒരു പോറൽ പോലും ഏറ്റില്ലല്ലോ. ചക്കുപുറനേറ്റ പരിക്ക് TV സുരേന്ദ്രൻ എന്തുകൊണ്ടുണ്ടായില്ല? ഞങ്ങൾ സംശയിക്കുന്നു വത്സലന്റെ കൊലപാതകം വത്സലൻ ആക്രമിക്കപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വത്സലനെ അകലാട് ഒറ്റനിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ഈ അന്നത്തെ 2006 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കണം. ഒറ്റ ഉദ്ദേശം വെച്ചിട്ടാ പോയത്. ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു ക്രിമിനല്, ഒട്ടനവധി കേസുകളിലെ പ്രതി, ചാവക്ക് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ റൗഡി, അതാണ് സുലൈമാൻകുട്ടി. ആ സുലൈമാൻകുട്ടിയെ കുറിച്ചിട്ട് കൃത്യമായി അറിയാത്ത ആളാണോ അത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ? അറിയാത്ത ആളാണോ? ആ സുരേന്ദ്രന്റെ അടുത്തേക്ക് വത്സലിനെ കൊണ്ടുപോകുമ്പോ വേണ്ടത്ര സുരക്ഷ എടുക്കണ്ടേ? വത്സലിനെ മുന്നിലിട്ടിട്ട് സുരേന്ദ്രനും ആളുകളും പിറകിലുണ്ടായിരുന്നത്. അവിടെ ഗൂഢ ലക്ഷ്യമുണ്ട്, ഗൂഢ ഉദ്ദേശമുണ്ട്. KP വത്സലിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഗുണഭോക്താവാണ് KV അബ്ദുൽ ഖാദർ. അതിന്റെ ഗുണഭോക്താവാണ് KV അബ്ദുൽ ഖാദർ. അതിന്റെ മറിവിൽ 3 തവണ MLA ആയി. പിന്നീട് വന്ന NK അക്ബറും അതിന്റെ മറിവിൽ തന്നെയാണ് MLA ആയത്. ഈ കൊലപാതകം ഉയർത്തി കാണിച്ചിട്ട് അല്പമെങ്കിലും ഉളുപ്പും മാന്യതയും അന്തസ്സും ഉണ്ടെങ്കിൽ ആ നിരഞ്ജൻ ഒരു വീട് വെച്ച് കൊടുക്കാൻ, ആ നിരഞ്ജൻ ഒരു ജോലി കൊടുക്കാൻ ഈ അബ്ദുൽ ഖാദറും സംഘവും തയ്യാറാവണം. അല്ലാതെ നിരഞ്ജൻ വെളിപ്പെടുത്തുമ്പോ അതിന് വിറളിവുണ്ട് UDFന്റെ നേതാക്കളെ കടന്നാക്രമിക്കലല്ല.
KV അബ്ദുൽ ഖാദറിന്റെ അടുത്ത സുഹൃത്താണ് ഭാസ്കരൻ മാടമ്പി. ഇങ്ങനെ വത്സരന്റെ പേരിൽ നിക്ഷേപിച്ച ഫണ്ട്, മകന്റെ പേരിൽ നിക്ഷേപിച്ച ഫണ്ട് അങ്ങനെ ആ ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ എടുക്കുമ്പോ ഭാസ്കരൻ മാടമ്പി മാത്രമേ അറിയുള്ളൂ. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കല്ലേ മണത്തല സർവീസ്, ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിൽ നിന്ന് പണം നിക്ഷേപിക്കുമ്പോ ഈ പാർട്ടി അറിയില്ലേ? അപ്പൊ ഭാസ്കരൻ മാടമ്പിയുമായി KV അബ്ദുൽ ഖാദർ ഗൂഢാലോചന നടത്തി അതിന് ഉയർന്ന കമ്മീഷൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഫണ്ട് ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞത് നിരഞ്ജൻ തന്നെയാണ് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.